ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് മാരുതി റിറ്റ്സ് ആണ് കേട്ടോ. ഇതിന്റെ ബ്ലോവർ മോട്ടർ വർക്കാണല്ലോ, അതാണ് കസ്റ്റമർ കംപ്ലൈന്റ്. ബ്ലോവർ കണ്ടോ, കീ ഓൺ ആക്കിയിട്ട് ബ്ലോവർ ഇട്ട് കഴിഞ്ഞാൽ ബ്ലോവർ മോട്ടർ വർക്കാണില്ല. നമ്മൾ ലൈനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ലൈനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കറണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിന്റെ റെസിസ്റ്റർ അയച്ചു നോക്കി, റെസിസ്റ്റർ അയച്ചു നോക്കി. റെസിസ്റ്ററിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. റെസിസ്റ്ററിന് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ 4ാമത്തെ സ്പീഡിൽ വർക്കാവും, ഏതൊരു സ്പീഡിൽ വർക്കാവും. പക്ഷെ ഇത് ഒരു സ്പീഡിലും വർക്കാവില്ല. 1, 2, 3, 4 ഒന്നിനും വർക്കാവില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ലൈൻ അയച്ചു നോക്കിയപ്പോൾ കറണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ ബ്ലോവർ മോട്ടർ ഇരിക്കുന്നത് റൈറ്റ് സൈഡിലാണോ. റൈറ്റ് സൈഡിൽ പറഞ്ഞാൽ ഇതിനകത്താണ് ഇരിക്കുന്നത്. അയക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മെല്ലാണ്. അതിന്റെ ലൈന് പോകുന്നതാ ഇതാണ്. അതിനകത്ത് കൂടെയാണ് ബ്ലോവർ മോട്ടർ ഇരിക്കുന്നത്. അപ്പൊ അയക്കാന്നുണ്ടെങ്കിൽ ഒന്നിന് ഡാഷ്ബോർഡ് ഇറക്കിയിട്ട് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്ലച്ച് പെടലുണ്ടല്ലോ, ഇത് അവിടുന്ന് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൽക്കൂടെ അഴിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഏതായാലും ബ്ലോവർ മോട്ടർ അയച്ചെടുക്കണം. അപ്പൊ അത് അയച്ചെടുക്കാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അയക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഈ ക്ലച്ച് പെടൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് അയക്കണോ, ഈ വാബേട്ടിന്റെ അവിടുത്തെ ഒരു പീസ് ഉണ്ട്. ഇത് അയക്കണത് ഇവിടെ സ്റ്റാറിലായിരിക്കും. ഇതിന് ഇവിടെ ഉള്ളിലൊരു സ്റ്റാർ ഉണ്ടായിരിക്കും. ആ സ്റ്റാർ അയച്ച് നമുക്ക് ഇതിന് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, അതിന് നേരെ അപ്പുറത്തൊരു ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ നമ്മളെ പുതിയ മോട്ടർ ഇതാ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ മോട്ടർ ഇതാണ്. ഇതപ്പം നമുക്കിതിന്ന് മറ്റേത് അയക്കുന്നതിന് മുന്നേ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വർക്കാവണോ, ലൈനിൻ്റെ കാര്യങ്ങളും ഓക്കെ നോക്കണം. ഇതാ നമ്മളെ ലൈന് അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിലേക്ക് പുതിയ മോട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് അയച്ചു നോക്കാം. റെസിസ്റ്റർ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം, കംപ്ലൈൻറ്റ് ഉണ്ടോ സംശയമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ കീ ഓൺ ചെയ്തിട്ട് ബ്ലോവറിൻ്റെ സ്പീഡ് ഓരോന്ന് ഇട്ട് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ മോട്ടർ കംപ്ലൈൻറ്റ് ആണെന്നും പിന്നെ റെസിസ്റ്ററിന് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നും. അപ്പോൾ അതാ ബ്ലോവറിൻ്റെ സ്വിച്ച് ഓണാക്കി. അപ്പോൾ 4th സ്പീഡിൽ മാത്രമേ അത് വർക്കാവുള്ളൂ കേട്ടോ. 4th സ്പീഡിൽ മാത്രമേ വർക്കാവുള്ളൂ. അതുകൊണ്ട് അവൻ്റെ റെസിസ്റ്ററും കൂടി മാറണം. റെസിസ്റ്റർ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ റെസിസ്റ്ററും കൂടി മാറിക്കഴിഞ്ഞാലേ 1, 2, 3 സ്പീഡിലൊക്കെ വർക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം ഫുൾ സ്പീഡിൽ മാത്രമേ അത് വർക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ബ്ലോവർ മോട്ടർ അഴിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിളൊന്ന് അയച്ചു വിടണം കേട്ടോ. ക്ലച്ചിൻ്റെ കേബിൾ അയച്ചു വിടണമെന്ന് വെച്ചാൽ ക്ലച്ച് ബെല്ലിൽ അയക്കുമ്പോൾ കേബിൾ അയച്ചില്ലാന്നുണ്ടെങ്കിൽ അത് പോരാൻ പറ്റില്ല. ആ ക്ലച്ച് കേബിൾ ഉള്ളിൽ നിന്ന് അഴിച്ച് മാറ്റാണ്ട്. അപ്പോൾ ക്ലച്ച് കേബിൾ അയച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഈ വാബേട്ടിലെ അസംബ്ലിൻ്റെ അവിടെ ആ ഒരു പാഡ് ഉണ്ടല്ലോ, ഒരു പീസ് നമുക്ക് അഴിച്ച് മാറ്റാം. അതിൽ 3 സ്റ്റാർ ഉണ്ടായി കേട്ടോ. മുകളിലൊരു സ്റ്റാറിൻ്റെ അടിയിലും ഒരേ സ്റ്റാറുണ്ട് കേട്ടോ. മറ്റൊരു സ്റ്റാർ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം വഴിയെ. അപ്പോൾ നമ്മൾ ആ സ്റ്റാർ ഓരോന്ന് അഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാർ അഴിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അഴിക്കാൻ പറ്റും. അപ്പോൾ ആ സ്റ്റാർ അഴിക്കണം. പിന്നെ മുകളിലൊരു സ്റ്റാർ അഴിക്കണം. അങ്ങനെ 3 സ്റ്റാർ അഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് വലിച്ചെടുത്താൽ മതി. ചെറിയൊരു ലോക്കാണ്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് അഴിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പെടലിൻ്റെ ഒരു ബോൾട്ട് ഈ ഒരു ഭാഗത്ത് കൂടെയാണ്. അപ്പോൾ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു തടവ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ കവർ അഴിച്ച് മാറ്റുന്നത്. ആ കവർ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് പെടലിൻ്റെ ഒരു ഞെട്ടുണ്ട്, 12 ഞെട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ അഴിക്കാൻ പറ്റും. ഇതുണ്ട് ഒരു സ്റ്റാറിൽ ഈ ഒരു സൈഡിലായിരുന്നു കേട്ടോ. അപ്പം മൊത്തം 3 സ്റ്റാറാണ്. അപ്പോൾ ആ സ്റ്റാറും കൂടെ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതെല്ലാം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കവർ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കവർ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കവർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇനി അഴിക്കാനുള്ളത് ക്ലച്ചിൻ്റെ കേബിളിൻ്റെ ഒരു എൻഡ് ഇതിൽ പെടലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആ എൻഡൊന്ന് അവിടുന്ന് വിടിച്ചിടണം. അതിന് ശേഷം നമുക്ക് ക്ലച്ച് പെടൽ അസംബ്ലി ഫുള്ളായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ. ഇതാണ് ഒരു നെട്ട് കേട്ടോ. ഒരു 12 നെട്ട് ഇതാ. നേരെ അപ്പുറത്ത് ഒരു നെട്ടും കൂടി ഉണ്ടായിരിക്കും. അത് കാണിച്ചു തരാം. ഇതാ ആ കാണുന്ന ആ നെട്ട്, അത് 2 അയക്കണം. പിന്നെ നേരെ മുകളിൽ ഒരു ബോൾട്ട് ഉണ്ടായിരിക്കും. അതും കൂടി അയച്ചു കഴിഞ്ഞാൽ ക്ലച്ച് പെടലും പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ക്ലച്ച് കേബിളിൻ്റെ ഒരു എൻഡ് പുറത്തേക്ക് മാറ്റണം. ഒരു എൻജിൻ ഭാഗത്ത് നിന്ന് അവിടുന്ന് നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. മറ്റേ എൻഡ് ഇത് അവിടെ ഇരിക്കുന്നത്. അതാ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടുന്ന് ആ ലോക്കൊന്ന് തിക്കി മാറ്റിയെടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അയച്ചിട്ട് വേണം നമ്മളെ ഞെട്ടും ബോൾട്ടും കൂടി അഴിക്കാൻ. അപ്പോൾ നമ്മൾ കേബിളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അത് അതിൻ്റെ പെടലിലെ ഞെട്ടും ബോൾട്ടും എല്ലാ കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. അത് മുകളിലൊരു ബോൾട്ട് ഉണ്ടല്ലോ, ആ ബോൾട്ട് അയക്കണം കേട്ടോ. അതിൻ്റെ കൂടെ അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അയച്ചിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ കാണിച്ചു തരാം. ഇതാ
എല്ലാ ബോൾട്ടും കാര്യങ്ങളും അഴിച്ചിട്ടുണ്ട്. ഇതാ ക്ലച്ച് പെടലിൻ്റെ അസംബ്ലി നമ്മൾ പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അത് അതിലൂടെ കറക്റ്റായിട്ട് പോരും കേട്ടോ. ഒരു ചെറിയൊരു ഗ്യാപ്പ് വഴി അത് പോരും. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ക്ലച്ച് പെടലിനെ അത് മാറ്റി വയ്ക്കാം. ഇവിടെ ഒരു ബോൾട്ട്, ഇവിടെ നെട്ട്, ഇവിടെ ഒരു ബോൾട്ട്. അപ്പോൾ രണ്ട് ഞെട്ടും ഒരു ബോൾട്ടും ഉണ്ടോ. അപ്പോൾ അത് പെടൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലോവറിൻ്റെ മോട്ടർ അയക്കാം. ഇനിയാണ് ഇതിൻ്റെ ബ്ലോവറിൻ്റെ മോട്ടർ അയക്കാനുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ അത് അവിടെ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പ് ജസ്റ്റ് ഒന്ന് വലിച്ച് മാറ്റിട്ടോ. ജസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് വലിച്ച് മാറ്റി കഴിഞ്ഞാൽ ഒരു സ്ക്രൂ അതാ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഒരു സ്ക്രൂ നേരെ മുകളിലുണ്ടായിരിക്കും, ഒരു സ്ക്രൂ നേരെ ഇപ്പുറത്തെ സൈഡിലുണ്ടായിരിക്കും കേട്ടോ. ആ ഒരു 3 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോവർ മോട്ടർ എടുക്കാം. അപ്പോൾ നമ്മൾ ആ സ്ക്രൂ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ആ പൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് ഇനി മുകളിലെ സ്ക്രൂ ഉണ്ട്. ആ മുകളിലെ സ്ക്രൂ അഴിക്കണം. അതിന് ശേഷം അതിൻ്റെ നേരെ അടിയിൽ ഒരു സ്ക്രൂ ഉണ്ട്. ആ 3 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നേരെ ബ്ലോവർ ഒരു സൈഡിലേക്ക് തിരിക്കുക, നേരെ പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ അത് അഴിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ലാസ്റ്റ് സ്ക്രൂ ഉണ്ട്, അത് ആ ഭാഗത്താണ്. അതും കൂടി അഴിച്ച് മാറ്റണം. അപ്പോൾ നമ്മൾ ബ്ലോവർ മോട്ടർ പുറത്തേക്ക് എടുക്കാൻ പോകും കേട്ടോ. എല്ലാ സ്ക്രൂവും കാര്യങ്ങളും അഴിച്ചു. ഇനി ഇതാ നേരെ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നേരെ ബാക്കിലേക്ക് വലിച്ചെടുത്താൽ മതി കേട്ടോ. അവിടെ ഒരു ലോക്കുണ്ട്, ആ ലോക്കാണ് തിരിച്ചെടുക്കുന്നത്. ഇനി നേരെ നമ്മൾ ആ ക്ലച്ച് പെടൽ അഴിച്ചില്ല, അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ടൈറ്റ് ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് നീക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. വേറെ തടസ്സം കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഗ്യാപ്പ് കൂടെ നമുക്ക് പുറത്തേക്ക് താഴത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അത് പോന്നിട്ടുണ്ട്. ബ്ലോവർ മോട്ടറിന് ടൈറ്റ് ഉണ്ട് കേട്ടോ. അത് പിടുത്തം വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് വർക്കാവാത്തത്. അത്രയും പിടുത്തം വരാറില്ല. അപ്പോൾ ഈ ബ്ലോവർ മോട്ടർ കംപ്ലൈൻറ്റ്, അതിൻ്റെ പ്രശ്നം കാര്യങ്ങളും കംപ്ലൈൻറ്റ് ഉണ്ടാവും. അല്ലാതെ ഈ ബെയറിങ്ങിന് ചെറിയ പിടുത്തം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ബ്ലോവർ മോട്ടർ നമ്മൾ മാറ്റാം. പുതിയ ഇതാണ് കേട്ടോ, പുതിയ കറങ്ങണം കേട്ടോ. ഇത്ര ഫ്രീ ആയിട്ട് കറങ്ങണം. അപ്പോൾ നമുക്ക് പുതിയ ബ്ലോവർ മോട്ടർ നേരെ തിരിച്ച് ഇതേപോലെ തന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയ ബ്ലോവർ മോട്ടർ അതാ തിരിച്ച് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാൻ പോകും കേട്ടോ. അഴിച്ച പോലെ തന്നെ അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് കയറ്റുക. വളരെ സിമ്പിളാണ് കേട്ടോ. ഡാഷ്ബോർഡ് അഴിച്ചിട്ട് അഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അഴിക്കാം. അല്ല, അതിനാകുമ്പോൾ കാശ് കൂടും. ഇങ്ങനെ അഴിക്കുമ്പോൾ കുറച്ച് കാശ് കുറയും. ഡാഷ്ബോർഡ് അഴിക്കുമ്പോൾ കുറച്ച് കാശ് കൂടുതലാവും കേട്ടോ. അങ്ങനെ അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലച്ച് അഴിച്ചിട്ട് അഴിച്ചാൽ മതി. അപ്പോൾ പുതിയ ബ്ലോവർ മോട്ടർ അതിന് അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരെ കയറ്റി വെച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലോക്കാവും. ബാക്കി പിന്നെ 3 സ്ക്രൂവും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ സെറ്റാക്കാം. അതിന് ശേഷം നമ്മുടെ കപ്ലറും കാര്യങ്ങളും ഇട്ടിട്ട് വർക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ സ്ക്രൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ റെസിസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. റെസിസ്റ്റർ ഒന്നിൻ്റെ കൂടെ മാറ്റുന്നുണ്ട്. 1-2 സ്പീഡിലും വർക്ക് ആവുന്നുണ്ടായില്ല. ഇതാണ് പുതിയ റെസിസ്റ്റർ. അപ്പോൾ ഇതും കൂടി ഇട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ ആവും കേട്ടോ.